ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്റ്റിയറിംഗ് ഹാർഡും ഹാൻഡ് ബ്രേക്കും കുറേ വാണിംഗ് ലാമ്പൊക്കെ ആയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് മൊത്തം പള്ളിപ്പെരുന്നാൾ പോലെ ലേറ്റാണ്. ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല, ഓട്ടോ ഹോൾഡും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾ ഡി ടി സി നോക്കുമ്പോൾ ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡി ടി സി ആണ് എല്ലാത്തിലും വന്നേക്കണേ. ഇപ്പോൾ മിക്കവാറും 50% ചാൻസ് ABS കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. ബ്രേക്കിൻ്റെ കൺട്രോൾ മോഡ്യൂളിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ABS സെൻസർ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് വർക്കിംഗ് ആണോ ചെക്ക് ചെയ്യാൻ പാടാണ്. നമുക്ക് വേറെ എന്തെങ്കിലും വഴി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാൻ നോക്കി. അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. 40 ആംപിയറിൻ്റെ 2 ഫ്യൂസും പിന്നെ 10 ആംപിയറിൻ്റെ ആംഗിൾ സെൻസറിലേക്കുള്ള ഫ്യൂസുമാണ്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിലേക്കൊരു 10 ആംപിയറിൻ്റെ ഫ്യൂസും ഉണ്ട്. നമുക്ക് ഈ ഫ്യൂസുകളെല്ലാം ഗുഡായിട്ടാണ് കാണിക്കണേ. ആംഗിൾ സെൻസറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു ക്യാൻ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ മോഡ്യൂളിലേക്ക് പോകുന്നുണ്ട്. അത് കിട്ടാത്തതിൻ്റെയാണ്. ആംഗിൾ സെൻസറൊക്കെ പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹാൻഡ് ബ്രേക്കിലൊക്കെ ഉള്ള ഒരു 10 ആംപിയറിൻ്റെ സപ്ലൈ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ലൈനിൽ കിട്ടുന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യാം. സ്വിച്ചിങ് നടക്കുന്നത് കൺട്രോൾ മോഡ്യൂളിലേക്കാണ്. ഇവിടെ നമുക്ക് വോൾട്ടേജൊക്കെ കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് കൺട്രോൾ യൂണിറ്റിലേക്ക് സപ്ലൈ ഉണ്ടോ നോക്കാം. അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു മൈനർ കംപ്ലൈൻ്റ് ഉള്ള മോഡ്യൂൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ആ മോഡ്യൂളിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വാണിംഗ് ലാമ്പും പോയിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്കും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിങ്ങിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന്